ടീം. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഫംഗ്ഷൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആണ്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ പാരാമീറ്റർ, ഇൻപുട്ട് പാരാമീറ്റേഴ്സ് എന്താണ്, അതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫംഗ്ഷൻ എഴുതാണ്. ഡെഫിനിഷൻ ഗ്രീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്. ഓക്കെ, ഇതിലെനിക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒരാളെ ഗ്രീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഹലോ ജാഫർ എന്നെല്ലാം പറയുന്ന പോലെ ഹായ് ജാഫർ, ഹലോ ജാഫർ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. എനിക്കൊന്ന് ആളുകളെ നെയിം വാങ്ങിക്കണം. പിന്നെ രണ്ടാമത്തത് വേണ്ടത് ഗ്രീറ്റിന് ഞാൻ ഉപയോഗിക്കേണ്ട മെസ്സേജ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം മെസ്സേജും രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് പ്രിൻറ്റ് ഇവിടെ നമുക്ക് രണ്ട് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഒന്ന് മെസ്സേജ്, രണ്ടാമത്തത് നെയിം. അപ്പോൾ എല്ലാ ഫംഗ്ഷനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഫംഗ്ഷനും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഫംഗ്ഷനും റിട്ടേൺ ഉണ്ടാവണമെന്നല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് കൺസോൾക്ക് പ്രിൻറ്റ് ചെയ്യണം. ആ കേസിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല. അപ്പോൾ ചിലത് റിട്ടേൺ ഉണ്ടാവും, ചിലത് റിട്ടേൺ ഉണ്ടാവില്ല. രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസും ഉണ്ടാവും. വിത്ത് റിട്ടേണും വിത്തൗട്ട് റിട്ടേണും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഗ്രീറ്റ് നെയിമിന് ഞാൻ കൊടുക്കുന്നത് ജാഫർ, മെസ്സേജിന് ഞാൻ കൊടുക്കുന്നത് ഹലോ, ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും ഹലോ ജാഫർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷേ വേണ്ടത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, മെസ്സേജ് ഒരാൾ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ ഹലോ തന്നെയാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ഹലോ ഡീഫോൾട്ടായിട്ട് വേണം. ഹലോ അല്ലെങ്കിൽ മാത്രം വാല്യൂ പാസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡീഫോൾട്ട് ഏതെങ്കിലും ഒരു പാരാമീറ്ററിന്, ഇൻപുട്ട് പാരാമീറ്ററിന് ഡീഫോൾട്ട് വാല്യൂ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഹലോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ രണ്ടാമത്തെ വേരിയബിൾ മെസ്സേജിന് ഞാൻ ഒരു വാല്യൂ കൊടുത്തോളം നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ്. കാരണം അതൊരു വാല്യൂ ഡീഫോൾട്ടായിട്ട് വാല്യൂ അതിന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഗ്രീറ്റ് ജാഫർ എന്ന് തന്നെ കൊടുത്താൽ തന്നെ ഹലോ ജാഫർ വരും. കാരണം ഹലോ ഡീഫോൾട്ടായിട്ട് വാല്യൂ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഗ്രീറ്റ് ജാഫർ, എനിക്ക് വേണ്ടത് ഹലോ അല്ല, ഗുഡ് മോർണിംഗ് എന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിലോ ഗുഡ് മോർണിംഗ് എന്നുള്ളത് എനിക്കിവിടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പുതിയ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡീഫോൾട്ട് വാല്യൂനെ ഒഴിവാക്കിയിട്ട് പുതിയ വാല്യൂ അതിൽ അസൈൻ ചെയ്യും. ഒന്നും ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഡീഫോൾട്ട് വാല്യൂ എടുക്കും. ഇങ്ങനെ ഉണ്ടാവാം. ഇവിടെ ഗുഡ് മോർണിംഗ് ജാഫർ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീഫോൾട്ട് വാല്യൂ ഉള്ള പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് നമ്മളിതിനെ റിട്ടേൺ ചെയ്തത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ സമ്മ് മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സമ്മും അതേപോലെ തന്നെ നമ്മൾ പാസ് ചെയ്ത വാല്യൂം കൂടെ ഞാൻ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിക്കാം. എക്സും വൈയും ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്, അതേപോലെ സമ്മും റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഡീറ്റെയിൽസ് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സമ്മും ഉണ്ട്, എക്സും ഉണ്ട്, വൈയും ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഡീറ്റെയിൽസെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ ആർ എന്ന് പറയുന്ന വേരിയബിൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ട്യൂപ്പിളാണ്. അപ്പോൾ ട്യൂപ്പിൾ ആയത് എന്തുകൊണ്ടാണ്, നമ്മളിവിടെ മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ട്യൂപ്പിളാക്കിയിട്ടാണ് ഇതിനെ റിട്ടേൺ ചെയ്യുക. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. സിംഗിൾ വാല്യൂ ആണെങ്കിൽ ആ ഡാറ്റ ടൈപ്പ് എടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂസിന് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മൾ പൈത്തണിൽ ഉപയോഗിക്കുന്ന ട്യൂപ്പിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഇവിടെയും ട്യൂപ്പിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ് നമ്മൾ റിട്ടേൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആറിൻ്റെ വാല്യൂ അതിലായിരിക്കും വാല്യൂസ് R1 കിട്ടുക, ആ ഡീറ്റെയിൽസ് ആയിരിക്കും കിട്ടുക. ഇതിനെ പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് വരുന്ന വാല്യൂവിനെ ഒരു വേരിയബിളിൽ എടുക്കാതെ എനിക്ക് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ കൊടുക്കുകയാണ് x, y ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഇതിൽ ആദ്യം വരുന്ന വാല്യൂ R1 വരും,
പിന്നെ എക്സും വൈയും എനിക്ക് എന്ത് പേരിലും കൊടുക്കാൻ പറ്റും. ഞാനിവിടെ x1, x2 എന്നുള്ള പേരിൽ കൊടുക്കണമെങ്കിൽ എന്ത് പേരിലും കൊടുക്കാൻ പറ്റും. ആദ്യം വരുന്ന വാല്യൂവിനെ ഇതിൽക്ക് അസൈൻ ചെയ്യും, രണ്ടാമത്തെ പൊസിഷനിലുള്ളതിനെ ഇതിൽക്ക് അസൈൻ ചെയ്യും, മൂന്നാമത്തെ ഉള്ളതിനെ ഇതിൽക്ക് അസൈൻ ചെയ്യും. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ആ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനെല്ലാം ഞാൻ കമൻറ്റ് ചെയ്യാണ്. സോറി, ഇത് വേണം, ഇത് രണ്ട് ഞാൻ കമൻറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും കറക്റ്റായിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിന് മൾട്ടിപ്പിൾ വാല്യൂസിന് ഇതിൽ നമ്മൾ നോക്കിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഓപ്ഷണൽ പാരാമീറ്റർ, വാല്യൂ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ഓപ്ഷണലായിട്ട് നമുക്ക് ഡിഫോൾട്ട് വാല്യൂ, ഓപ്ഷണൽ അല്ല ഡിഫോൾട്ട് വാല്യൂ. പിന്നെ നമ്മൾ നോക്കിയത് റിട്ടേണിൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിന് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതിന് ഒറ്റ വേരിയബിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് ട്യൂപ്പിൾ ഡാറ്റ ടൈപ്പാണ് കിട്ടുക. നമ്മൾ ഇതേപോലെ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന പോലെ തന്നെ റിസീവ് ചെയ്യാനും നമ്മൾ മൾട്ടിപ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ബിരിയാണി കിച്ചണിന് ബിരിയാണിയും കിട്ടും, പിന്നെ നമ്മൾ കൊടുത്ത ഐറ്റംസിൽ ബാക്കിയുള്ള സാധനങ്ങൾ അവർ വേറൊരു ബോക്സ് ആക്കിയിട്ട് തരുന്നു വിചാരിക്കാം. അങ്ങനെ രണ്ടും അവർ തരുന്നുണ്ടെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ ഒരു ബോക്സാണ്, വലിയൊരു ബോക്സ് കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ വലിയൊരു വണ്ടി കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ബക്കറ്റോ പിന്നെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരതിൽ ബിരിയാണി വെച്ച് തരും. അതിൻ്റെ മേലെ തന്നെ ആ ഒറ്റ ബക്കറ്റിൽ തന്നെ ബിരിയാണി ഉണ്ടാവും, ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടാവും. ഞാൻ രണ്ട് പാത്രം കൊണ്ടുപോയി കഴിഞ്ഞാലോ, രണ്ട് കണ്ടെയ്നർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നിൽ നമുക്ക് ബിരിയാണിയും കിട്ടും, രണ്ടാമത്തെ ഐറ്റംസ് കിട്ടും. സെയിം അപ്രോച്ച് തന്നെയാണ്. ഒന്നേ കൊടുക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അതിൽ കോപ്പി ചെയ്യും. മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും അതിൽക്ക് അതിൻ്റേതായ പൊസിഷൻ നോക്കിയിട്ട് അതിൽക്ക് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ സിൻടാക്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തും.